അപ്പൊ സഫർ മാസത്തെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ പടർത്താൻ പാടില്ല. അത് നല്ല മാസമാണ്. പിന്നെന്താണ് ഈ മാസത്തിന് ചില ആളുകൾ അപശകുനമായി പറയുന്നത്? തീയില്ലാതെ പുക വരില്ലല്ലോ എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടാവും. സഫർ മാസത്തിലെ ഒടുക്ക ബുധനാണ് നെഹസ്, കടുത്ത നെഹസായിട്ട് ഇമാമികളെ രേഖപ്പെടുത്തുന്നു. 3,00,000-ലധികം 3,20,000-ഓളം പ്രയാസങ്ങൾ, ബലാഹുകൾ ആ ഒരു ദിവസം ഉണ്ടാകുമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. ഈ മാസങ്ങളിൽ കിതാബ് രചിക്കാൻ തുടങ്ങുകയും പൂർത്തീകരിക്കുകയും ചെയ്തതാകുന്ന മഹത്തുക്കൾ വരെയുണ്ട്. ഈ മാസത്തിന്റെ നെഹസിനെ ഇത്രയേറെ പറഞ്ഞപ്പോൾ, അപശകുനമായി മാസത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അങ്ങനെയൊന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാദിച്ചുകൊണ്ട് ഗ്രന്ഥമെഴുതി പൂർത്തീകരിച്ച വ്യക്തിയാണ് മഹാനാകുന്ന ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു. ലോകപ്രസിദ്ധമാകുന്ന തുഹ്ഫത്തുൽ മുഹ്താദി എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയവരുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മുസ്ലിമീങ്ങളായ നമ്മൾ ആശങ്കപ്പെട്ട് ജീവിക്കരുത്. എപ്പോഴും ഒരു ഭയപ്പാടിലൂടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകരുത്. നിങ്ങൾ നോക്കി, ഈ സഫർ മാസത്തിൽ എത്രയോ മഹത്തുക്കളൊക്കെ മരണപ്പെട്ടു പോയവരുണ്ട്. അതിന്റെ അർത്ഥം എന്താ? ഇങ്ങനെ പറയാൻ പറ്റുമോ? അവര് വളരെ മോശപ്പെട്ട മാസത്തിലാണ് മരിച്ചത്. അങ്ങനെ എണ്ണാനാണെങ്കിൽ എത്ര സാലികളുണ്ട് ഈ മാസത്തിൽ മരിച്ചത്? എത്ര പേരുടെ ആണ്ടാണ് ഈ മാസത്തിൽ നമ്മൾ കഴിച്ചു കൊടുത്തത്? അപ്പൊ അവരൊക്കെ മോശപ്പെട്ട ആളുകളാ? അതാ ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു മാസത്തെ മോശമായിട്ട് നിങ്ങൾ കണക്കാക്കരുതേ. ലാ സഫറ, സഫർ മാസത്തെ മോശമായി നിങ്ങൾ കണക്കാക്കരുതേ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ.